നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 22,500 അല്ലെങ്കിൽ 22,700 എന്ന് പറഞ്ഞ റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റും കൂടെ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പാർലമെൻറ്റ് ഇലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ മെയിൻലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും? അത് പോസിറ്റീവായിട്ടാണോ ബാധിക്കുക, അത് നെഗറ്റീവായിട്ടാണോ ബാധിക്കുക? ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ അതിപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ വിലയിരുത്തേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മുടെ റിസ്കിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നും വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഈ വീഡിയോനകത്ത് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോഴാണ് മാർക്കറ്റ് വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ഉണ്ടാവുക. അത് അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴത്തേക്കാണ് മാർക്കറ്റ് ഒരു വയലൻ്റ് മൂവ് തരിക. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ ഇലക്ഷൻ നടന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പല വയലൻ്റ് മൂവും തന്നിട്ടുണ്ട്. അത് അപ്പ് സൈഡ് ആണെന്നുണ്ടെങ്കിലും ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ കുറേ കാലത്തെ ട്രെൻഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത്തവണത്തെ 2024 ഇലക്ഷനുള്ള ഈ ഒരു മാർക്കറ്റ് നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ മാർക്കറ്റ് ബുള്ളിഷ് ആവും അല്ലെങ്കിൽ മാർക്കറ്റ് ബീറിഷ് ആവും എന്നല്ല പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ ട്രെൻഡ് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എങ്ങനെയായിരുന്നു മാർക്കറ്റിനെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു വിലയിരുത്തലോട്ട് എത്താനായിട്ട് പറ്റും ഈ ഇലക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഞാൻ ഏറ്റവും മുൻപേ ഉള്ള ഇലക്ഷൻ ഞാൻ 2004 മുതലുള്ള ഇലക്ഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2004 ഇലക്ഷന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 30% ഫാളാണ് 2004 ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ അന്ന് BJP ആയിരുന്നു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്ന പാർട്ടി. അപ്പോൾ BJP അന്ന് പറയുന്നുണ്ടായിരുന്നു BJP പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു 30% ഫാൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതായത് സ്ട്രീറ്റ് മുഴുവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് BJP ഇലക്ഷനിൽ ജയിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സ്ട്രീറ്റ് മുഴുവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷന് ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് അന്നവിടെ 2004 കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2004 സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെട്ടെന്നൊരു മാറ്റം വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇവൻറ്റ് കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 30% ഫാൾ വന്നിട്ടുള്ളത്. അല്ലാതെ BJP തോറ്റതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ BJP അവിടെ ഒരു ഇലക്ഷനിൽ ഫെയിലിയർ ആയതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഫാൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ മനസ്സിലാക്കുക. അതായത് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് BJP ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ BJP ജയിക്കാത്തത് കൊണ്ടാണ് അന്നൊരു 30% ഫാൾ നടന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഒരു വയലൻ്റ് മൂവ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ 2009 ഇലക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും അന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഒരു പാർട്ടിക്കും പ്രത്യേകിച്ച് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണമായിരിക്കും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അന്ന് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ 2009 സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഹാങ്ങിങ് പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇനി ഭരണം ഒരു ഹാങ്ങിങ് പോലെ ആയിരിക്കും എന്ന എക്സ്പെക്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയും വീണ്ടും എല്ലാവരുടെ എക്സ്പെക്റ്റേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അവിടെ പാർലമെൻറ്റിൽ അന്നും കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് 20% റാലി അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ 2009 കടന്നു പോയിട്ടുണ്ടായിരുന്നു. 2004 2009 നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾസാണ്. അതായത് 2004 സംഭവിച്ചത് മാർക്കറ്റ് പക്കയായിട്ട് റിവേഴ്സായി 30% ഫാളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2009 സംബന്ധിച്ചിടത്തോളം ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് തന്നെയായിരുന്നു. അന്ന് ഒരു ഹാങ്ങിങ് പാർലമെൻറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് അന്ന് മാർക്കറ്റ് കോൺഗ്രസ് അവിടെ ഒരു ഒറ്റക്കക്ഷിയായിട്ട് ജയിച്ചത് കൊണ്ട് തന്നെ അന്ന് മാർക്കറ്റ് ഒരു 20% അപ്സൈഡും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 2014 2019 ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അതായത് 2014 സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റ് എല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് പൊതുവെ ഒരു BJP ട്രെൻഡ് തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് BJP ഒരു അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് 2014 അധികം ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണാത്തത്. അത് 2019 നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലേ. അത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ എന്താണോ, ഇപ്പോൾ നമ്മുടെ 2024 ഇലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു BJP ഭരണം തന്നെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു വയലൻ്റ് മൂവിലോട്ട് നയിക്കുക. ഇനി
നമുക്ക് വേറൊരു കാര്യം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടി പറ്റും. ഒരു മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹയർ വാല്യൂഡ് ആണ്. അതൊന്നാമത്തെ കാര്യം, ഹയർ വാല്യൂഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഈവൻറ്റ് കണ്ടുപിടിച്ച് ചിലപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഫാൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ BJP ജയിക്കാന്നുണ്ടെങ്കിലും ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് കണ്ടുപിടിച്ച് ചെറുതായിട്ടൊരു ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ഹയർ വാല്യുവേഷൻ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം ചിലപ്പോൾ കണ്ടുപിടിച്ച് മാർക്കറ്റ് ഫാൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഒരു പ്രീ ഇലക്ഷൻ റാലി കാണുന്നുണ്ട്. അതായത് പൊതുവെ മാർക്കറ്റിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഇലക്ഷൻ, ഒരു ഭരിക്കുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമ്പോഴാണ് മാർക്കറ്റിൽ വീണ്ടും ഒരു പ്രീ ഇലക്ഷൻ റാലി വരുന്നത്. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ വളരെ ക്ലിയർ ആണ്. അതായത് BJP ആണ് അടുത്ത വീണ്ടും അധികാരത്തിലോട്ട് വരാൻ പോകുന്നുള്ള മാർക്കറ്റ് സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ 2004-ലും 2009-ലും കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു വയലൻ്റ് മൂവിലോട്ട് നയിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷൻ വളരെ ക്ലിയർ ആണ്, BJP അധികാരത്തിൽ വരുന്ന എക്സ്പെക്റ്റേഷനാണ്. ഇനി എങ്ങാനും നമുക്ക് മാർക്കറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ പല ഹെഡ്ജ് ചെയ്യേണ്ടി വരിക. ഒരു ഓപ്ഷൻസ് വാങ്ങി നമ്മൾ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യേണ്ടതായിട്ട് വരിക. നമുക്കിനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എന്താണെന്ന് നോക്കാം. നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിട്ട് വരുന്നത് ജൂൺ 4-ാം തീയതിയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം മാർക്കറ്റിനെ എഫക്റ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ അതൊരു നോൺ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടക്കാൻ, അല്ലെങ്കിൽ നോൺ വർക്കിംഗ് ഡേ ആകുമ്പോഴത്തേക്കും പിന്നീട് ഒരു ഗ്യാപ്പ് ഡൗണോ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 2024 ഒരു കൗണ്ടിങ് ഡേ വരുന്നത് ജൂൺ 4-ാം തീയതിയാണ് റിസൾട്ട് ഡേ വരുന്നുള്ളത്. അപ്പോൾ ജൂൺ 4-ാം തീയതിയിൽ റിസൾട്ട് ഇപ്പോൾ നിൽക്കുന്ന BJP ആണ് വീണ്ടും അധികാരത്തിലോട്ട് എത്തുക എന്നുണ്ടെങ്കിലും അധികം മാർക്കറ്റിൽ വളരെ ഒരു വയലൻറ്റ് മൂവ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി സ്റ്റേബിളാണ്. ആ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിൽ തന്നെ പോകാനാണ് ചാൻസ് കൂടുതൽ. ഇനി വന്നാലും ഒരു ചെറിയൊരു കറക്ഷൻ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈയിലും അതിന് ഹയർ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇലക്ഷൻ്റെ ഈവൻറ്റ് ചിലപ്പോൾ ഇതിനകത്ത് ഒരു കാരണമായിട്ട് കണ്ടുകൊണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ചെറിയൊരു ഫാൾ തന്നിട്ട് തിരിച്ച് കയറി പോകാനാണ് ചാൻസ് ഉള്ളത്. ഇനി നമ്മളീ കാണുന്ന പ്രീ ഇലക്ഷൻ റാലി എല്ലാം തന്നെ ഈ ഒരു BJP വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു റാലിയാണ് ശരിക്കും മാർക്കറ്റ് സിഗ്നൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇനി ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഇലക്ഷൻ വന്നതിന് ശേഷം ഇനി വീണ്ടും BJP അധികാരത്തിൽ വരികയും ഇനി അങ്ങനെ ഒരു റാലി അല്ലെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷനിൽ തന്നെയായിരിക്കും മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്.